ഓം ശാന്തി. ഞാൻ ബുദ്ധിരൂപി ദിവ്യനേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. ഈ ദേഹത്തിൽ വിരാജമാൻ ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാനൊരു ജ്യോതി ബിന്ദു സ്വരൂപ നിരാകാരി ആത്മാവാണ്. ദേഹത്തിലിരുന്നു കൊണ്ട് ഈ ദേഹത്തിൽ നിന്നും ഞാൻ വേറെയാണ്. ദേഹത്തിൻ്റെ ആധാരമെടുത്ത് ഞാൻ കർമ്മം ചെയ്യുന്നു. സദാ ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കുന്നു. ദേഹി ശൂപിതാവിൻ്റെ ഓർമ്മയിൽ സമാവേശമായിരിക്കുന്നു. ഞാൻ ദേഹബോധത്തിൽ നിന്നും മുക്തമായി എൻ്റെ ബുദ്ധിരൂപി റോക്കറ്റായി പറന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ തേജസ്വി ദിവ്യ ജ്യോതി രൂപത്തെ ഞാൻ മേഘങ്ങളുടെ ഇടയിൽ കാണുന്നു. ഞാൻ പറന്നുയർന്ന് സൂക്ഷ്മവദനവും കടന്ന് നിർവാണധാമത്തിലെത്തുന്നു. എൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തിൽ തേജസ്വി ദിവ്യ ജ്യോതിയായി ഞാൻ നിലകൊള്ളുന്നു. ഞാൻ ഗഹന ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. മുന്നിൽ സുപ്രീം ജ്ഞാന സൂര്യ ശിവബാബ, ബാബയുടെ ശക്തിശാലി കിരണങ്ങൾ എന്നിൽ സമാഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ സംസ്കാരങ്ങളുടെ ശുദ്ധീകരണം നടക്കുന്നു. ഞാൻ കൂടുതൽ പ്രകാശമാനമാവുകയാണ്. ഞാൻ ആത്മാ പാവനമായിക്കൊണ്ടിരിക്കുന്നു. ബാപ്പ് സമാനമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്വയം ബാബയുടെ തീർത്തും സമീപത അനുഭവം ചെയ്യുന്നു. ഞാൻ ജ്യോതി സ്വരൂപ ആത്മാ മഹാജ്യോതി ശിവബാബ അന്യോന്യം കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബയുടെയും ഞാൻ ആത്മാവിൻ്റെയും മിലനത്തിൻ്റെ ഈ അദ്ഭുത നിമിഷങ്ങളാണ്. പവിത്രതയുടെ സാഗര ബാബയെ ഞാൻ സ്വയത്തിൽ സമാവേശമാക്കുന്നു. ഞാനും സമ്പൂർണ്ണ പവിത്രമായി തീരുന്നു. പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി ഞാൻ സാകാരവദനത്തിൽ മടങ്ങിയെത്തുകയാണ്. ഈ സ്ഥൂല ദേഹത്തിൽ വിരാജമാനാകുന്നു. ദേഹത്തിലിരിക്കുമ്പോഴും സദാ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ ഒരു ജ്യോതിബിന്ദു നിരാകാരി ആത്മാവാണ്. സദാ ആത്മസ്വരൂപത്തിൽ മനസ്സും ചിത്തവും ശാന്തം, ദൃഷ്ടി പവിത്രം,
കർമ്മേന്ദ്രിയങ്ങൾ ശീതളം. ഈ സ്ഥിതിയിൽ ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. സ്വയം നിമിത്തം മാത്രമായി സേവ ചെയ്യുന്നു. ട്രസ്റ്റിയായി മുന്നോട്ടു പോകുന്നു. എനിക്ക് ഒരു ശുപാപ മാത്രം, മറ്റാരുമില്ല. സദാ ദേഹി ബാബയുടെ ഓർമ്മ. ഞാൻ നിരന്തരം ദേഹി അഭിമാനിയാകുന്നു. ഞാൻ സദാ ദേഹി അഭിമാനിയായിരിക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യുന്നു. ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബയുടെ സ്നേഹം ആകർഷിക്കുന്നു. ഞാൻ മധുരമായി മാറുന്നു. എത്ര സാധിക്കുന്നുവോ അത്രയും സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. സ്നേഹസാഗരമായ ബാബയെ ഓർമ്മിക്കുന്നു. സമ്പൂർണമായി മാറാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ഓർമ്മയിലൂടെ ആത്മാവിനെ സമ്പൂർണമാക്കി മാറ്റുന്നു. അപ്പോൾ 16 കല സമ്പൂർണമാകുന്നു. ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ മധുരമായി മാറുന്നു. എല്ലാ പ്രശ്നങ്ങളും സമാപ്തമാകുന്നു. സ്നേഹസാഗരമായ ബാബ എന്നെയും സ്നേഹത്തിൻ്റെ സാഗരമാക്കി മാറ്റുന്നു. ഞാൻ ഓർമ്മയിലൂടെ മാധുര്യമുള്ളവനായി മാറും. ഓർമ്മയിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഉയർന്ന പദവി നേടാനുള്ള പരിശ്രമം ചെയ്യുന്നു. ലക്ഷ്മി നാരായണൻ ഓർമ്മയിലൂടെയാണ് മധുരമായി മാറിയത്. ലക്ഷ്മി നാരായണന്റെ മേലെ ഒരിക്കലും കളങ്കം ചാർത്തുന്നില്ല. ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. അത്രയും സദോ പ്രധാനമാകുന്നു. ആദ്യം ഈ ഒരു കാര്യം ഉറപ്പിക്കുന്നു: ഞാൻ ആത്മാവാണ്. എനിക്ക് പെർഫെക്റ്റായ ലോകത്തിൽ പോകണം. അതിനായി ഞാൻ പെർഫെക്റ്റ് ആകുന്നു. ആത്മാവിനെ പെർഫെക്റ്റ് ആക്കാൻ ഞാൻ പരിശ്രമം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ബാബയോടൊപ്പം പൂർണ്ണമായി ബുദ്ധിയോഗം വയ്ക്കുന്നു. ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ബാബ പറയുന്നു, ഞാൻ ആദ്യം സമ്പൂർണമായിരുന്നു. കേവലം പാർട്ട് വേറെയായിരുന്നു. ഞാൻ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറുന്നു. അത് വജ്രസമാനമായ ജന്മമാണ്. ഓർമ്മയിലിരുന്നാലേ മധുരമായി മാറുകയുള്ളൂ. പവിത്രമായി മാറാനും ഓർമ്മയിലിരിക്കുന്നു. ഇവിടെ ദിവസം പ്രതി മലിനത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദേഹാഭിമാനത്തിൻ്റെ ഭൂതമാകുന്നു. കാമത്തിൻ്റെ ഭൂതമാകുന്നു. ബാബ പറയുന്നു, ഈ ഭൂതങ്ങളെ ഒഴിവാക്കൂ.
ഞാൻ പുരുഷോത്തമനായി മാറുന്നതിന് വേണ്ടി ബാബയുടെ കൈ പിടിച്ചിരിക്കുന്നു. ബാബ അവിനാശി സർജനാണ്. ജ്ഞാന ഇഞ്ചക്ഷൻ അവിനാശി സർജൻ നൽകിയപ്പോൾ അജ്ഞാന അന്ധകാരം വിനാശമായി. ബാബ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകാൻ വന്നിരിക്കുകയാണ്. ബാബ പറയുകയാണ്, ഇപ്പോൾ പവിത്രമാകൂ, ബാബയെ ഓർമ്മിക്കൂ. വിവേകം നല്ലതാണ്, എന്നാൽ യോഗമില്ലെങ്കിൽ ഹൃദയത്തിൽ കയറില്ല. ഓർമ്മയിലൂടെ മാത്രമേ ഓർമ്മ ലഭിക്കുകയുള്ളൂ. പവിത്രമായിരിക്കുന്നതിലൂടെ മാത്രമേ ഓർമ്മയിലിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പതിതവും മോശമായ ലോകത്തോട് മനസ്സ് വയ്ക്കാതെ ബാബയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ടു പോകുന്നു. മാലയുടെ മുത്തായി മാറാൻ സാഹസത്തോടെ പുരുഷാർത്ഥം ചെയ്യുന്നു. ജ്ഞാനരത്നങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹംസമായി മാറുന്നു. ഞാൻ നിമിത്ത ഭാവത്തിലൂടെ സേവനങ്ങളിൽ സഫലത പ്രാപ്തമാക്കുന്ന ശ്രേഷ്ഠ സേവാധാരിയാകുന്നു. ഇത് ബാബ എനിക്ക് തന്നിരിക്കുന്ന വരദാനമാണ്. ഓരോ ചുവടും ശ്രേഷ്ഠമായ നിർദ്ദേശത്തിലൂടെ ശ്രേഷ്ഠമാകുന്നവ സേവനങ്ങളിലും സ്വയത്തിലും വ്യർത്ഥം സമാപ്തമാക്കുന്നു. സമർത്ഥാത്മാവായി ഓരോ ചുവടിലും സഫലത പ്രാപ്തമാക്കുന്നു. സദാ ഉത്സാഹത്തിലും ഉന്മേഷത്തിലും ഇരിക്കുന്നു. ഈശ്വരീയ സേവനങ്ങൾക്കായി സ്വയം ഓഫർ ചെയ്യുകയാണെങ്കിൽ അഭിനന്ദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.